ഹലോ ഫ്രണ്ട്സ്, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയായ MSCയുടെ തന്നെ ഒരു പടുകൂറ്റൻ കപ്പൽ വിഴിഞ്ഞം പോർട്ടിനെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. കപ്പലിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് ഇപ്പോൾ കോഴിക്കോട് കഴിഞ്ഞ് കൊച്ചി അടുത്തെത്തിയിരിക്കുന്നു. ഇനി നമുക്ക് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് വേണ്ടത്തിലേക്കാണ് ഷിപ്പ് ഇനി വരേണ്ടത്. കറക്റ്റ് സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ കൊച്ചിക്ക് പേരിൽ, കൊച്ചിക്കും തൃശ്ശൂരിനും ഇടയ്ക്കാണ് നമ്മുടെ MSC അന്ന ഉള്ളത്. MSC അന്ന ഏത് പോർട്ടിൽ നിന്നാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. ഏത് പോർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നേരെ ജബലലി പോർട്ടിലാണ്. ജബലലി പോർട്ടിൽ നിന്നാണ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് വേണ്ടതിലേക്ക് നേരിട്ട് MSC അന്ന വന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് സ്പീഡ് 7.1 നോട്ടിക്ക് മേൽ സ്പീഡ് തന്നെയായിരുന്നു. ഇന്നലെ വൈകുന്നേരം അപ്ഡേഷൻ എടുത്തപ്പോൾ 5 ആയിരുന്നു, അതുപോലെ 7 ആയിട്ട് കൂടിയിരിക്കുന്നു. ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞം തന്നെയാണ്. എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ 26/9/2024 12 PM ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ് 14.7 മീറ്റർ തന്നെയാണ്. ഞാൻ അപ്ഡേഷൻ അല്ലെങ്കിൽ ഇൻഫോൺ റിസീവ് ചെയ്യുന്നത് 25/9/2024 12:07 PM തന്നെയാണ്. ഞാൻ വിഴിഞ്ഞം പോർട്ട് അടുത്ത് തന്നെയുണ്ട്. അത് മാത്രമല്ല, നിലവിൽ ഷിപ്പ് വിഴിഞ്ഞം പോർട്ടിൽ വന്നതിന് ശേഷം അടുത്ത് പോകുന്ന പോർട്ട് ഏതെന്ന് ചോദിച്ചാൽ കൊളംബോ പോർട്ടിലേക്കാണ്. 30/9/2024 കൊളംബോ പോർട്ടിലേക്കാണ് നമ്മുടെ MSC അന്ന പോകുന്നത്. വളരെ വേഗത്തിൽ നമുക്ക് കപ്പലിൻ്റെ ഡീറ്റെയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2012 നിർമ്മിച്ച MSC അന്ന ആയിക്കോട്ടെ ഏതാണ്ട് 399.98 മീറ്റർ, ഏതാണ്ട് 400 മീറ്റർ അടുത്ത് ലെന്തും 58.6 മീറ്റർ ബീമും, ഡെപ്ത് ആവട്ടെ 30.5, മാക്സിമം ഡ്രാഫ്റ്റ് 17.4, മാക്സിമം സ്പീഡ് 24 നോട്ടിക്ക് മേൽ സ്പീഡ്, മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി 19,368 TEV കണ്ടെയ്നർ കപ്പാസിറ്റിയും, റീഫർ കണ്ടെയ്നർ 15,000 TEV കണ്ടെയ്നർ കപ്പാസിറ്റി 1500 TEV കണ്ടെയ്നർ കപ്പാസിറ്റിയുള്ള MSC അന്ന വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് വേണ്ടത്തിലേക്ക് നാളെയോടുകൂടി എത്തും. ഇന്ന് രാത്രിയോടുകൂടി തന്നെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ നമുക്ക് വിഴിഞ്ഞം പോർട്ടിൻ്റെ പുറത്ത് MSC അന്നെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ MSC അന്നയെ പോലെ തന്നെ ഒരു മദർഷിപ്പ് തന്നെയാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഷിപ്പിൻ്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. ആ ഷിപ്പാണ് MSC പലേർമോ. MSC പലേർമോ ഇപ്പോൾ എവിടെ എത്തി? കറണ്ട് സ്റ്റാറ്റസ് ആണ് നമുക്ക് അറിയേണ്ടത്. നമ്മുടെ മുന്നിൽ തന്നെ MSC പലേർമോ ഉണ്ട്. നമുക്ക് കറക്റ്റ് സ്റ്റാറ്റസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ബേ ഓഫ് ബംഗാൾ സീ തന്നെയാണ് MSC പലേർമോ ഉള്ളത്. ശ്രീലങ്കയുടെ ഹമ്പൻടോട്ട പോർട്ടിൻ്റെ അടുത്തുകൂടിയാണ്, അല്ലെങ്കിൽ ഹമ്പൻടോട്ട കഴിഞ്ഞ് കൊളംബോ പോർട്ട് കഴിഞ്ഞാണ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് വേണ്ടത്തിലേക്ക് MSC പലേർമോ വരുന്നത്. ഇപ്പോൾ ശ്രീലങ്കയുടെ പരിസരത്തൊന്നും നമ്മുടെ MSC പലേർമോ എത്തിയിട്ടില്ല എന്ന് തന്നെ പറയും. ഇപ്പോൾ ബേ ഓഫ് ബംഗാൾ സീ തന്നെയാണ്. കാരണം നമ്മൾ ഈ കാണുന്ന MSC അന്ന വന്നു പോയതിന് ശേഷം തന്നെയായിരിക്കും MSC പലേർമോ നമ്മുടെ പോർട്ടിനകത്ത് കയറുന്നത്. നമുക്ക് ഇനി ഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ സ്പീഡും ഡീറ്റെയിലും അറിയാൻ പറ്റും. സ്പീഡ് 10.3 നോട്ടിക്ക് മേൽ സ്പീഡ് തന്നെയാണ്. ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞം എന്ന് വെച്ചിട്ടില്ല, അതിന് പകരം INNYY എന്നാണ് കൊടുത്തിട്ടുള്ളത്. IN എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കോഡും NYY എന്ന് പറഞ്ഞാൽ നെയ്യാറ്റിങ്കരയുടെ കോഡുമാണ്. കാരണം വിഴിഞ്ഞം പോർട്ട് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിങ്കര താലൂക്കിലെ പോർട്ടാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട്. അതുകൊണ്ടാണ് INNYY എന്ന് കൊടുത്തിട്ടുള്ളത്. ആ കോഡോടുകൂടിയാണ് MSC പലേർമോ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് വേണ്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സിംഗപ്പൂർ പോർട്ടിൽ നിന്നാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്നത്. എക്സ്പെക്റ്റിംഗ് ടൈം 28/9/2024 8 AM ഇൻഫോം കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇൻഫോം റിസീവ് ചെയ്യുന്നത് 25/9/2024 11:58 AM ആണ്. ഷിപ്പിൻ്റെ കറണ്ട് ഡ്രാഫ്റ്റ് 13.9 മീറ്ററാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ഷിപ്പ് ഏത് പോർട്ടിൽ നിന്നാണ് വരുന്നത് നമുക്ക് ഒന്നുകൂടി നോക്കാം. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സിംഗപ്പൂരിലെ ഈ പോർട്ടാണ്. സിംഗപ്പൂരിലെ ഈ പോർട്ടിൽ നിന്നാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് MSC പലേർമോ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് വരേണ്ടത് ശ്രീലങ്കയുടെ കൊളംബോ പോർട്ടിൻ്റെ അടുത്തുകൂടി വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് വേണ്ടത്തിലേക്കാണ് ഷിപ്പ് വരുന്നത്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ട 2 മദർഷിപ്പുകളും വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് വേണ്ടത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മദർഷിപ്പുകളുടെ സ്റ്റാറ്റസിൽ എന്തെങ്കിലും ചേഞ്ച് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ തന്നെ അപ്ഡേഷൻ നൽകുന്നതായിരിക്കും. അതുമാത്രമല്ല, MSC റോസ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് വേണ്ടത്തിൽ മൂറിങ്ങിൽ തന്നെയാണ്. താങ്ക് യു ഫ്രണ്ട്സ്.